ഹലോ ഗായ്സ്, അങ്ങനെ ഉച്ചക്കത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനും ഇച്ചു എന്താ എണീച്ചിട്ടുണ്ട്. എണീച്ചപ്പോൾ തന്നെ ഞാൻ ഇച്ചുവിനോട് വാ നമുക്ക് നഖമൊക്കെ മുറിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരുത്തിയതാണ്. ആളൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് പുറത്ത് എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് ഞാൻ നഖം മുറിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടാ. കാരണം നന്നായിട്ട് നഖം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒന്നത് ശരിയാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങി എണീച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൂടി തന്നെ ആയിരുന്നു ഇച്ചു ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുറിക്കാൻ വേണ്ടി തുടങ്ങി. പുറത്താണെങ്കിൽ 2 നായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാം നോക്കിയിട്ടാണ് ഇച്ചു ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അതിനെല്ലാം കാണിച്ചു കൊടുത്ത് ഞാൻ മരവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ക്ഷമ കെട്ടു. ഇത് തീരുന്നില്ലല്ലോ. പിന്നെ അവൻ പറയാൻ വേണ്ടി തുടങ്ങി മതി 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 എന്നൊക്കെ. പക്ഷെ ഞാൻ എന്തൊക്കെയോ വീണ്ടും പറഞ്ഞ് ഇരുത്തിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. പിന്നെ ഒട്ടും താമസിക്കാണ്ട് തന്നെ ആൾ വേഗം മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേഗം പൂഴിയെടുത്ത് വാരുക, കളിക്കുക, ഇത് തന്നെയാണ് ഇച്ചുവിൻ്റെ മെയിൻ പരിപാടി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവൻ്റെ പിന്നാലെ ഞാൻ കലമ്പിക്കൊണ്ട് നടക്കണം ഇതിൻ്റെ പേരും പറഞ്ഞിട്ട്. ഇതാണ് 2 നായ്കൾ കേട്ടോ. 2 നായ്ക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് 2 എന്തൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ട് അവിടെ നിന്ന്. നമ്മൾ പുട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പുട്ട് തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് തിന്നുകൊണ്ട് അതവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കാൻ പോകുക എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു കണ്ടം പോലെയാണ് കേട്ടോ. അതിൽ മീനും പിന്നെ കുറേ ആമ്പലം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇച്ചിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ നടന്ന് പിന്നെ ഞാനും ഏട്ടനും കൂടി ഇവിടെ അടുത്ത് ടൗണിൽ പോയ സമയത്ത് മീൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ മത്തിയാണ് വാങ്ങിച്ചത്. അപ്പോൾ കൊണ്ടുവന്ന അമ്മ മുറിച്ചൊക്കെ കഴിഞ്ഞ് കഴുകിയെടുക്കുമ്പോഴേക്ക് അതിൻ്റെ എല്ലും തോലും ആയിട്ടുണ്ട്. മുള്ള് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് അവസ്ഥ. പൈസ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വിധി.